ഹായ് ഫ്രണ്ട്സ്. ചില ആളുകൾക്കെങ്കിലും വായ്പ സ്ഥിരമായിട്ട് വരാറുണ്ടാവും. പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കാറുണ്ടാവും. നമുക്ക് എന്നാൽ വീട്ടിൽ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ സ്ത്രീകൾക്ക് പീരിയഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും വേദനയും ആ ഒരു വേദന പെട്ടെന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടാബ്ലറ്റ് ഒക്കെ കഴിക്കാറുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ടാബ്ലറ്റ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ടാണ് ഈ പീരിയഡ്സിന്റെ വേദന മാറി കിട്ടുക. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ചെറിയ ജീരകമാണ് എടുക്കുന്നത് കേട്ടോ. അതിന്റെ കൂടെ തന്നെ അതേ അളവിൽ തന്നെ ഞാൻ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രിങ്ക് ഞാൻ തയ്യാറാക്കിയിട്ട് നമ്മൾ ഈ പീരിയഡ്സ് ടൈമിൽ മാത്രമല്ല, പീരിയഡ്സ് വരുന്നതിന്റെ ഒരാഴ്ച മുന്നേ നിങ്ങളിത് രാവിലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ പീരിയഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന വേദന നമുക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് പീരിയഡ്സ് ടൈമിലാണ് ഇത് അതിന്റെ മുന്നേ കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ആവുന്ന സമയത്ത് വേദന ഉള്ള സമയത്ത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വേദന മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ വരാതിരിക്കുന്നതിന് വേണ്ടിയും അത് കുടിക്കാം. ഇനി വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനും ഇത് കുടിക്കാവുന്നതാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കളറൊക്കെ മാറി ഒന്ന് ആ ഉലുവയും ജീരകമൊക്കെ ഒന്ന് പൊട്ടി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ കുടിക്കട്ടോ. ഉണ്ടാക്കി ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം ഇന്ന് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ തിളച്ച് വരുമ്പോൾ ജീരകത്തിന്റെയും അതേപോലെ തന്നെ ഉലുവയുടെ എല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് അതിന്റെ എസൻസ് ഇറങ്ങുന്നതാണ്. അപ്പൊ എന്നിട്ട് നമ്മളിത് ഇങ്ങനെ തിളച്ചതിന് ശേഷം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന ഈ ഒരു വെള്ളം നിങ്ങൾ ചെറു ചൂടോട് കൂടി കുടിക്കാം. നമുക്ക് പീരിയഡ്സ് ടൈമിൽ വേദന വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ രാവിലെ എന്നൊന്നുമില്ല, വേദന വരുന്ന സമയത്ത് തന്നെ ഇത് കുടിക്കാവുന്നതാണ്. പിന്നെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാഴ്ച മുന്നേ നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പീരിയഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു കെമിക്കലോ ഒന്നും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം. ഞാൻ ചെറുപ്പം മുതലേ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കും. ചില ആളുകൾക്കെങ്കിലും സ്ഥിരമായിട്ട് വായ്പുണ്ണ് വരാറുണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരാറുണ്ടാവും. ഈ വായ്പുണ്ണ് വരുന്നതിന് മുന്നേ തന്നെ വയറിനകത്ത് നല്ല രീതിയിൽ പുണ്ണുള്ളത് കൊണ്ടാണ് നമുക്ക് അവസാനമാണ് വായിലേക്ക് ആ പുണ്ണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വയറിനകത്തുള്ള പുണ്ണിനെ ഇല്ലാതാക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പേരയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പേരയില നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോവാത്ത ഇല വേണം കേട്ടോ എടുക്കാനായിട്ട്. ഏകദേശം തളിരായിട്ടുള്ള ഇല എടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് മൂന്ന് ഇല എടുത്തതിന് ശേഷം അത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ നമുക്ക് വേണ്ടത് നമുക്ക് വയറിലാണെങ്കിലും വായിലാണെങ്കിലും പുണ്ണിനെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒന്നാണ് അയമോദകം. അയമോദകം നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് അളവിന് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു അല്പം മതിയാവും. ഒരു 1/4 ടീസ്പൂൺ അളവിൽ അയമോദകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് അളവിൽ വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ ഇലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയതിനു ശേഷം അപ്പോഴത്തേക്കും അതിന്റെ എസൻസ് എല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിത് കുടിക്കാം കേട്ടോ. ചൂടൊന്നും വേണമെന്നില്ല. അതുപോലെ നമുക്ക് വായിലോ അല്ലെങ്കിൽ വയറിലൊക്കെ പുണ്ണുണ്ടെങ്കിൽ ഒരുപാട് ചൂടുള്ള കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു വെള്ളം ഒരാഴ്ച കുടിച്ചു കഴിഞ്ഞാൽ വയറിനകത്തുള്ള പുണ്ണിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വയറിനകത്തുള്ള പുണ്ണ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് വായിൽ അത് വരുന്നത്. ഇനി വായ്പുണ്ണ് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു റെമഡിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പേരക്കയുടെ ഇലയാണ് കേട്ടോ. പേരക്കയുടെ ഇല എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല തളിര് ഇല വേണം എടുക്കാനായിട്ട്. മൂത്ത് പോയ ഇലയിൽ നിന്ന് എടുക്കുന്നതിനാട്ടിലും നല്ല നീരും അതേപോലെ തന്നെ തളിര് ഇലയായിരിക്കും എപ്പോഴും ഉപയോഗിക്കാൻ നല്ലത് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഇലയാണ്. അപ്പം അത് നമ്മൾ ചെറിയൊരു ഉരലിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ ഒരല്പം പോലും വെള്ളം ചേർത്താണ്ട് ഈ ഇതിൻ്റെ ഒരു ഇലയുടെ നീരാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളത് ഞാൻ ചെറിയൊരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കിട്ടുള്ളൂ. ഒരുപാട് നീരൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് അതേ അളവിൽ തന്നെ തേനാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. തേൻ ഇതുപോലെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു വായ്പിനുള്ള ഭാഗത്ത് ഇതൊന്ന് പുരട്ടി കൊടുക്കാനായിട്ട് ഒരു ബഡ്സ് ആണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ചുണ്ടിന്റെ താഴ്ഭാഗത്തൊക്കെ വരുന്നത്
ഇതുപോലെ നമുക്കൊരു ബഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേദനിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ബഡ്സ് വെച്ചിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ചും കൂടി ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വായിൻ്റെ ഉൾഭാഗത്തുള്ള വായ്പുണ്ണിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം നമ്മളൊരു 10-15 മിനിറ്റ് അത് ഇറക്കാതെ വായിൽ തന്നെ വെച്ചിട്ടിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ വായ്പുണ്ണിൻ്റെ ആ ഒരു വേദന മാറുന്നതാണ് കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തിട്ട് കുടിക്കാം. പിന്നെ അതിന്റെ മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് 2-3 തവണ കൂടി ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇതിന് മുന്നത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഹെയർ ഓയിലിനെ കുറിച്ചിട്ട്. അനാർക്കലി എന്ന് പറഞ്ഞ ഹെയർ ഓയിലാണ്. ഞങ്ങൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന ഓയിലാണ്. അപ്പോൾ നമ്മളതിൽ ചേർത്തിട്ടുള്ള എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഞാൻ ഹെയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് എത്രത്തോളം റിസൾട്ട് കൊടുക്കാൻ പറ്റും എന്നതൊരു നല്ല വ്യക്തമായ ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള മുടിയുടെ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന എണ്ണയാണ് കേട്ടോ. നമുക്ക് അകാല നിര വരാതിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ ഓയിലാണ്. അതോടൊപ്പം തന്നെ താരൻ പോവാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി സമൃദ്ധമായിട്ട് വളരാനും നല്ല തിക്കോട് കൂടി വളരണം എന്ന് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. അപ്പോൾ തിക്കോട് കൂടി മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അത് എല്ലാം തന്നെ നന്നായിട്ട് അരച്ച് ചേർത്തേണ്ടത് അരച്ച് ചേർത്തതും ചതയ്ക്കേണ്ടത് ചതച്ച് ചേർത്തിട്ടും എല്ലാം നല്ല വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതല്ല. ഒരു 2-3 ദിവസം എടുത്ത് നമ്മൾ സമയമെടുത്ത് അത് കാച്ചിയെടുക്കുന്നതാണ്. അതേപോലെ തന്നെ തലയോട്ടിൽ പല ആളുകൾക്കും ചൊറിച്ചിലും ഫംഗസ് അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഈ തലയോട്ടിയിലുള്ള ചൊറിച്ചിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വെള്ളച്ചന്ദനം ചേർത്തിട്ടുണ്ട്, ദന്തപാല, കയ്യോന്നി, കാട്ടുനെല്ലിക്ക, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഹെയർ ഓയിലാണ് കേട്ടോ. റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ ഓൺലൈനിൽ ഇതിൻ്റെ ഒരു സെയിൽസ് ആരംഭിച്ചത്. അതിന് മുന്നേ നമ്മളിത് എക്സ്പോർട്ട് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ദിവസേന ഒരുപാട് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കോൾ ചെയ്താൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്നില്ല. വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ, റിപ്ലൈ തരുന്നതായിരിക്കും. നരച്ച മുടി കറുപ്പിക്കാനായിട്ട് നമുക്ക് നീലമിരിയോ അതേപോലെ തന്നെ ഹെന്നയോ ഒന്നും വേണ്ട. ഈ ഒരു ഇല മാത്രം മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് വേണ്ടത് പേരയിലയാണ് കേട്ടോ എടുക്കുന്നത്. പേരയില ഒരുപാട് മൂത്ത് പോവാത്ത തളിരായിട്ടുള്ള ഇല എടുക്കാം. എന്നിട്ട് ഞാനത് എടുത്ത ഇല ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഈ ചതയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ 2-3 ഇല എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നരച്ച മുടി നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കറുപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലയാണ് പേരക്കയുടെ ഇല. അത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തതിന് ശേഷം ഞാനൊരു കോട്ടൻ്റെ പഞ്ഞിയാണ് കേട്ടോ എടുത്തുള്ളത്. ഇനി അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി എടുത്താലും മതി. എന്നിട്ട് ആ പഞ്ഞി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഇലയെല്ലാം ആ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഒരു കിഴി രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇല ഇതിലേക്ക് ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ കിഴി രൂപത്തിലാക്കി എടുക്കുക. അത് ഞാനൊരു മൺവിളക്കിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണയായിരിക്കും എപ്പോഴും നല്ലത്. നല്ലെണ്ണ കുറച്ച് നന്നായിട്ട് നനയുന്ന രീതിയിൽ ഒരു കിഴി മുഴുവനായിട്ട് നനയുന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ മൺചട്ടിയിലാണ് ഈ ഒരു ഡൈ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വിളക്കിൻ്റെ 2 സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മൺചട്ടി ഇതുപോലെ കമഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കത്തിച്ചു കൊടുക്കാം. ആ തിരി ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് ആ തിരി കത്തി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മണ്ണിൻ്റെ പാത്രം ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലേക്ക് കമിഴ്ത്തി വെച്ച് കൊടുക്കണം. മണ്ണിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല, സ്റ്റീലിൻ്റെ പാത്രമായാലും നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ കമിഴ്ത്തി വെച്ച് നന്നായിട്ടൊന്ന് കത്തി അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. എന്നതിന് ശേഷം ഞാൻ എടുത്ത് മാറ്റി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ മാറ്റി വയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു ഡൈ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ഡൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് മുടിയെ ഒരു തരത്തിലുള്ള കേടും വരുത്താതെ മുടിയെ നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കറുത്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതൊന്ന് ഞാൻ ആ ഒരു ഡൈ എല്ലാം ഒന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് അതൊന്ന് ചുരണ്ടി എടുക്കാം. ഇത്രയും ഡൈ നമ്മൾ നാച്ചുറലാണ്. നമുക്ക് ഇതിപ്പോൾ തലമുടിയിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് കണ്ണിൽ കൺമഷിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചേർത്തുന്ന ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്തിയാൽ മതി. നമുക്ക് ചില ആളുകൾ ഇതിൽ നമുക്ക്
ആവണക്കെണ്ണ. അത് ആവണക്കെണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ കണ്ണിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൺപീലി നല്ല തിക്കായിട്ട് വളരാനും നല്ല കറുപ്പോട് കൂടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നല്ല കണ്ണിന് നല്ല അഴകും കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ അത് അതിൻ്റെ ആ ഒരു ഡൈ ഒക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഡൈ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് അതിൻ്റെ സ്കിന്നിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ കറുപ്പ് കളറിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ എന്താ വെള്ളം ഒഴിച്ചാലോ വെറുതെ നമ്മൾ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ പോവില്ല. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കാണിച്ചു തരാം. അത് എന്താ ആ വെള്ളത്തിൽ പോലും ഒന്ന് കലർന്ന് കിട്ടുന്നില്ല. അപ്പോൾ അത്രയും എന്താ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ഡൈ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ എന്താ കയ്യിലാണ് ചെയ്ത് കാണിച്ചത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് തരുന്നതും കൂടി കാണിച്ചു തരാം. ഇപ്പം നരച്ച മുടി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കറുപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല രീതിയിൽ നരച്ചിട്ടുള്ള തലമുടിയാണ്. ഇതിന് മുന്നേ ഞാൻ ഹെയർ ഡൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മാസത്തിലധികം ആ ഒരു കറുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നേരത്തെ തയ്യാറാക്കിയുള്ള ഡൈ ഉണ്ടല്ലോ, അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം അലോവേര ജെല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു എണ്ണയുടെ ഒരു 1 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ഒരേ ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആ ഡൈ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഹെയറിലേക്ക് ഓരോ മുടിനാര് ഉണ്ടല്ലോ മുഴുവനായിട്ട് തേച്ച് കൊടുക്കുന്നതിന് നമ്മൾ കൈ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ കൈ ആ തലമുടിയിലൂടെ ഒന്ന് തലോടി കൊടുത്താൽ മതി. അപ്പം നല്ല രീതിയിൽ ആ നരച്ച മുടിയൊക്കെ കറുത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടാണ് കേട്ടോ. ഒരിക്കൽ പോലും കെമിക്കലായിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കാത്ത തലമുടിയാണ്. അപ്പം നമുക്ക് മറ്റൊരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് കറുപ്പിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഒരു 1 1/2 മാസം നമുക്ക് ആ ഒരു കറുപ്പ് നിലനിൽക്കുന്ന രീതിയിലുള്ള ഡൈകളെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടാൽ മതി കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.